ഹായ് എവരി വൺ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഒരുപാട് കാലമായി ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഇന്നാണിപ്പോൾ അതിനുള്ളൊരു സമയ സന്ദർഭം ഒത്തു വന്നത്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. റിലേറ്റഡ് വീഡിയോസ് ആയിരിക്കും നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് വെച്ചിട്ട് എങ്ങനെ കൂടുതൽ എഫിഷ്യൻ്റ് ആക്കാമെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ നമ്മൾ നോക്കുന്നത് നമ്മുടെ കാർ സർവീസ് ചെയ്യാൻ കൊടുക്കുമ്പോൾ നമുക്ക് പ്ലാറ്റ്ഫോംസ് വെച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കൂടുതൽ അറിയാൻ കഴിയും, അല്ലെങ്കിൽ നമ്മൾ സർവീസ് ചെയ്യാൻ കൊടുക്കുമ്പോൾ മെക്കാനിക്കുമായിട്ട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് ഡീൽ ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളതാണ്. ഇത് പ്രത്യേകിച്ച് പഴയ വാഹനങ്ങളൊക്കെ ഉള്ളവർ, അല്ലെങ്കിൽ ഒരു 50,000 കിലോമീറ്റർ അല്ലെങ്കിൽ 1,00,000 കിലോമീറ്റർ ഒക്കെ ആയിട്ടുള്ളവർക്ക് പ്രത്യേകിച്ച് ഉപകാരപ്പെടും. കാരണം നമ്മുടെ വാഹനത്തിൻ്റെ സർവീസ് മാനുവലോ അല്ലെങ്കിൽ പാർട്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ ചിലപ്പോൾ നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് റിലയബിളായിട്ട് കിട്ടിക്കോളുന്നില്ല. പക്ഷേ പ്ലാറ്റ്ഫോം ആകുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് തരും. അപ്പോൾ നമുക്കൊരു കമ്പാനിയൻ പോലെ അല്ലെങ്കിൽ ഒരു അഡ്വൈസറിനെ പോലെ നെ എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ പ്ലാറ്റ്ഫോം ChatGPT അല്ലെങ്കിൽ ജെമിനി അങ്ങനെ ഏതാச்சுം ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ ജെമിനിയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ജെമിനി ഓപ്പൺ ചെയ്യുക. ഒരു പുതിയൊരു ചാറ്റ് എടുക്കുക. അതിൽ നമുക്ക് ഓഡിയോ ആയിട്ട് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ പറയാവുന്നതാണ്. മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏത് ഭാഷയിൽ വേണമെങ്കിലും പറയാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മലയാളത്തിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓഡിയോ വേണമെങ്കിൽ ഓഡിയോ കൊടുക്കുക. അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് ജെമിനിക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ എൻ്റെ ടാറ്റ നാനോ ഇപ്പോൾ 13 ഇയേഴ്സ് ആയിട്ടുണ്ട്, 13 വർഷം, 1.4 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, 1,40,000. സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടതെന്ന് അറിയില്ലെങ്കിൽ ജസ്റ്റ് ബേസിക് ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് തുടങ്ങിയാൽ മതി. അപ്പോൾ നമുക്ക് ഒരു ഓഡിയോ തന്നെ കൊടുക്കുക. എൻ്റെ ടാറ്റ നാനോ 2013 ഞാൻ വാങ്ങിയതാണ്. 1,40,000 കിലോമീറ്റർ ഇതുവരെ ഓടിയിട്ടുണ്ട്. ഇപ്പോൾ ചെയ്യുന്ന സർവീസിന് നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. ഞാനൊരു ലോക്കൽ മെക്കാനിക്കിൻ്റെ അടുത്ത് കാണിക്കാനാണ് ഉദ്ദേശിച്ചത്. 1,40,000 സ്ഥിതിക്ക് കുറച്ചധികം കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടി വരും. എഞ്ചിൻ ഓയിലും ഓയിൽ ഫിൽറ്ററും മാറ്റുന്നത് നിർബന്ധമാണ്. പിന്നെ എയർ ഫിൽറ്റർ, ഫ്യൂൽ ഫിൽറ്റർ, സ്പാർക്ക് പ്ലഗ് എന്നിവയും ചെക്ക് ചെയ്ത് മാറ്റാം. ബ്രേക്ക് ഫ്ലൂയിഡ്, കൂളന്റ് എന്നിവയുടെ അളവും ഗുണനിലവാരവും പരിശോധിക്കുക. ബ്രേക്ക് പാഡുകളും ഡ്രമ്മുകളും തേയ്മാനമുണ്ടോ എന്ന് നോക്കണം. സസ്പെൻഷൻ, ടയറിന്റെ തേയ്മാനം എന്നിവയും പ്രധാനമാണ്. മെക്കാനിക്കിനോട് ഇതെല്ലാം ഒന്ന് വിശദമായി പരിശോധിക്കാൻ പറയാം. എന്തെങ്കിലും പ്രത്യേക ബുദ്ധിമുട്ടുകൾ വണ്ടിക്ക് അനുഭവപ്പെടുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് നമ്മളിവിടെ നടത്തിയ ഓഡിയോ കോൺവെർസേഷൻ ഇവിടെ സേവ് ആയിട്ടുണ്ട്. അതിൽ നമുക്ക് പിന്നീട് റെഫർ ചെയ്യണമെങ്കിൽ ഇങ്ങനെ നോക്കാം. പക്ഷെ ഞാൻ നോർമലി ടൈപ്പ് ചെയ്താണ് ചോദിക്കാറ്. ഇങ്ങനെയാണ് ഞാൻ നോർമലി ചാറ്റ് ചെയ്യാറ്. ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മലയാളത്തിലോ അങ്ങനെ ടൈപ്പ് ചെയ്യലാണ്. നമുക്ക് ഈ റെക്കോർഡ് ബട്ടൺ യൂസ് ചെയ്യാം. അതിപ്പോൾ സ്ക്രീൻ റെക്കോർഡിംഗ് ആയതുകൊണ്ട് കിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. വോയിസ് റെക്കോർഡർ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ ലൈവ് കോൺവെർസേഷൻ നിങ്ങൾ നേരത്തെ കണ്ട പോലെ അതും ചെയ്യാവുന്നതാണ്. ഞാനിങ്ങനെ ടൈപ്പ് ചെയ്തിട്ടാണ് പൊതുവേ ചെയ്യാറ്, ആക്യുറസി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഞാനിങ്ങനെ മൈലേജിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ അതിലിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമുക്കിങ്ങനെ റിപ്ലൈ കിട്ടും. നമ്മളിത് മെക്കാനിക്കിൻ്റെ അടുത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഇതിൽ ഞാൻ കാണിച്ചു തരാം. ലാസ്റ്റ് ഇവിടെ ഞാനൊരു ചെക്ക് ലിസ്റ്റ് തരാൻ പറയുന്നുണ്ട്. ഗിവ് മി എ ബുള്ളറ്റ് പോയിന്റ് ചെക്ക് ലിസ്റ്റ് ടു പാസ് ടു ദ മെക്കാനിക്, കവർ എവരിത്തിങ് നെസറി പ്ലീസ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്കൊരു ലിസ്റ്റ് ആയിട്ട് തരുന്നത്. നമ്മൾ വാട്സാപ്പിൽ മെക്കാനിക്കിന് കൊടുക്കുക അല്ലെങ്കിൽ അവരോട് കാര്യങ്ങൾ ഡയറക്റ്റ് പറയുക ചെയ്താൽ അവർ ചെക്ക് ചെയ്ത് തരും. കാരണം പലപ്പോഴും നമ്മൾ പുറത്തുനിന്നായാലും ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ നിന്നായാലും ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ പറയുന്ന കംപ്ലയിൻറ്റ് മാത്രമേ അവർ ചെക്ക് ചെയ്യുള്ളൂ, അല്ലാത്ത കാര്യങ്ങൾ ചെയ്യില്ല. അപ്പോൾ പ്രത്യേകിച്ച് പഴയ വണ്ടികളാകുമ്പോൾ നമ്മളത് ഫുൾ എല്ലാ ഭാഗങ്ങളും പ്രോപ്പറായിട്ട് കവർ ചെയ്തില്ലെങ്കിൽ നമ്മൾ സർവീസ് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിന് പുതിയ പരാതികൾ അല്ലെങ്കിൽ കംപ്ലയിൻറ്റ്സ് വരും. അപ്പോൾ നമ്മൾ വഴി കിടക്കുന്ന ഒരു അവസ്ഥ. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഏത് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ കാറിന് വേണ്ടിയിട്ട് ChatGPTയും ജെമിനിയും രണ്ടും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ChatGPTയിൽ കയറിയിട്ട് നിങ്ങളിവിടെ കാണുന്ന പോലെ എൻ്റെ കാറിന് വേണ്ടിയിട്ടുള്ള എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ ചോദിച്ചത്. അപ്പോൾ 1.4 ലാക്ക് കിലോമീറ്റർ ആയിട്ടുണ്ട്, 13 വർഷമായി. അപ്പോൾ എത്ര ക്വാണ്ടിറ്റി ഫില്ല് ചെയ്യണം, പിന്നെ ഫിൽറ്റർ ചേഞ്ച്, അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അത് ഏത് രീതിയിലാണ്, മീൻസ് പെർഫോമൻസ് ആണോ നമുക്ക് വേണ്ടത്, മൈലേജ് ആണോ വേണ്ടത്, എഞ്ചിൻ ലൈഫ് ആണോ, അങ്ങനത്തെ കാര്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള എഞ്ചിൻ ഓയിലിൻ്റെ റെക്കമെൻഡേഷൻസ് തന്നിട്ടുണ്ട്. അതിനുള്ള കാരണങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ തന്നിട്ടുണ്ട്. അതിൻ്റെ കപ്പാസിറ്റി, എഞ്ചിൻ ഓയിലിൻ്റെ കപ്പാസിറ്റി എത്രയാണ്, ഓയിൽ ഫിൽറ്റർ, അങ്ങനത്തെ കാര്യങ്ങൾ അത് മാറ്റണം, നിർബന്ധമായിട്ട് മാറ്റണം എന്ന് ഇവിടെ പറയുന്നുണ്ട്. സർവീസ് ഇൻ്റർവെൽ എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അതായത് 10,000 കിലോമീറ്ററാണ് പുതിയ കാറിന്. പക്ഷേ കാർ പഴയതായതുകൊണ്ട് ഒരു 5,000 ടു 6,000 ചെയ്യണം. അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു കോമൺ നോളേജും ഇതും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ഐഡിയ കിട്ടും കാര്യങ്ങളെക്കുറിച്ച്. നമ്മൾ മെക്കാനിക്കുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ നല്ല മെക്കാനിക്സ് ആണെങ്കിൽ അതിനനുസരിച്ച് പോലെ നമ്മളായിട്ട് കാര്യങ്ങൾ പറയും. ഇനി നമ്മളെ അടുത്ത് പൈസ പിടുങ്ങുന്ന ടൈപ്പ് ആൾക്കാരാണെങ്കിൽ അതും പിടിക്കാൻ പറ്റും. കാരണം അവർ പറയുന്ന കാര്യങ്ങൾ അതുപോലെ നമുക്ക് ഇതിൽ ചോദിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അതിനുള്ള കറക്റ്റ് ഉത്തരം കിട്ടില്ല. തിരിച്ച് അവരോട് ചോദിക്കേണ്ടത് എന്താണെന്ന് വരെ പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്താൽ മതി, മെക്കാനിക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഈ നമുക്ക് പറഞ്ഞു തരും. അത് വേണമെങ്കിൽ അതിന് വേറെയും കുറേ വഴികളുണ്ട് അത് ചെയ്യാനുള്ള. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്തു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക.